ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ യാത്ര വയനാട്ടിലേക്കാണ് കേട്ടോ. ഏതായാലും ബാക്കി ഡീറ്റെയിൽസ് പോണ വഴിക്ക്. വീട്ടിൽ നിന്ന് 4 മണിക്ക് ഇറങ്ങാനായിരുന്നു പ്ലാൻ. എല്ലാവരും ഒരുങ്ങി വന്നപ്പോഴേക്ക് 4:15 കഴിഞ്ഞു. നമ്മൾ പോകുന്നത് മഞ്ചേരി, അരീക്കോട്, താമരശ്ശേരി റൂട്ടിലാണ്. പറയാതിരിക്കാൻ വയ്യ, നല്ല മനോഹരമായിട്ടുള്ള റൂട്ട് തന്നെയാണ് കേട്ടോ അത്. നിസ്കാരത്തിനും ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നല്ല ഈ ഒരു റൂട്ടിൽ ഞങ്ങളുടെ യാത്ര ഞങ്ങൾ ആരംഭിച്ചു. ഗായ്സ്, ഒരു ചായ കുടിക്കാൻ വേണ്ടി ചുരത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിർത്തിയിരിക്കുകയാണ് ഗായ്സ്. എല്ലാവരും ഉറങ്ങി തൂങ്ങുന്നത് കൊണ്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ആരും ചുരം കാണില്ല. എല്ലാവരെയും ഒന്ന് ഉണർത്തിയതിന് ശേഷം ചുരം കയറാൻ ആരംഭിച്ചെങ്കിലും അധികം മുന്നോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ബ്ലോക്കായി. കാരണം അന്വേഷിച്ചപ്പോൾ നമ്മുടെ തന്നെ ഒരു ആന വണ്ടി ചുരത്തിൽ റെസ്റ്റ് എടുക്കായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ചുരത്തിൽ നിർത്തി കുറച്ച് പാട്ടൊക്കെ ആസ്വദിച്ചപ്പോഴേക്കും വണ്ടികൾ മന്ദം മന്ദം നീങ്ങി തുടങ്ങി. KSRTCയുടെ റാപ്പിഡ് റിപ്പയർ ടീം പോയതിന് പിന്നാലെ ബ്ലോക്ക് പതിയെ നീങ്ങി തുടങ്ങി. പോയി നോക്കുമ്പോഴോ നമ്മുടെ ആനവണ്ടി ചേട്ടനെ ഒന്ന് സൈഡിലേക്ക് ഒതുക്കിയിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ബ്ലോക്ക് ഇച്ചിരെങ്കിലും നീങ്ങി കിട്ടിയത്. അവസാന ഹെയർപിൻ ബെൻഡും കയറി ടോപ്പിലെത്തിയപ്പോഴേക്കും സൂര്യൻ ഞങ്ങളെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഗായ്സ്, അങ്ങനെ നമ്മൾ നമ്മുടെ താമരശ്ശേരി ചുരത്തിൻ്റെ ലാസ്റ്റ് ഹെയർപിൻ ബെൻഡും കഴിഞ്ഞ് നമ്മുടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടല്ലോ അവിടെ എത്തിയിട്ടുണ്ട്. ബ്ലോക്കിൽ പെട്ട് നമ്മൾ ഒരുപാട് നേരം നമ്മൾ ടൈം വേസ്റ്റ് ആയിട്ടോ. കാലൊക്കെ ഒരു വിധമായിട്ടുണ്ട്, ക്ലച്ച് ചവിട്ടി. അപ്പോൾ നമ്മൾ ഈ ഒരു മനോഹരമായിട്ടുള്ള വ്യൂ പോയിന്റിൽ കുറച്ച് നേരം നിർത്തിയിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പോകാൻ വിചാരിച്ചിട്ട് നിർത്തിയതാണ്. കാരണം ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് പോവാം. സാധാരണ കുരങ്ങുകളെ ഒരുപാട് കാണുന്ന ആ ഭാഗത്ത് ഇന്ന് ആരെയും കാണാത്തതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് തന്നെ ആക്കാമെന്ന് കരുതി. ഒരുപാട് തള്ളാനുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ പുട്ടും പഴമായിരുന്നു എടുത്തിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് വെൽക്കം ടു വയനാട് ബോർഡും ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് നമ്മൾ ചങ്ങല മരത്തിൻ്റെ അടുത്ത് വണ്ടി നിർത്തി. ഗൈസ്, അങ്ങനെ നമ്മൾ ചങ്ങല മരത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ചങ്ങല മരം, ദ ചെയിൻ ട്രീ. അതുപോലെ കരിന്തണ്ടൻ സ്മാരകം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇയാളുടെ ഒരു പ്രതിമയാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ആളറിയായിരിക്കില്ലേ സംഭവം എന്താണെന്നുള്ളത്. പഴയൊരു ആദിവാസി മൂപ്പനായിരുന്നു. അപ്പോൾ താമരശ്ശേരി ചുരം എന്താ പറയുക, ഇതൊക്കെയുള്ള വഴി കാണിച്ചു കൊടുത്തതും അതിനോട് സഹായിച്ചതൊക്കെ മൂപ്പരാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരാളെ ബ്രിട്ടീഷുകാർ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ആ ഒരു കൊലപ്പെടുത്തിയ ആൾ, അതായത് കരിന്തണ്ടൻ, അദ്ദേഹത്തിൻ്റെ സ്മാരകം ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഈ ഒരു മരത്തിൽ ചങ്ങലയിൽ തറച്ചു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ബന്ധിച്ച് വെച്ചിട്ടുണ്ട് എന്നാണ് വിശ്വാസം. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ മരം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയെന്നും പറയുന്നുണ്ട്. അതാണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു ചരിത്രം കേട്ടോ. ചെയിൻ ട്രീയുടെ ചരിത്രം മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ ഡോറാബുജി ബാഗിനോട് വഴി ചോദിക്കുന്നത് പോലെ ഞങ്ങൾ ഗൂഗിൾ മാപ്പിനോട് വഴി ചോദിച്ചു. നേരെ കുറുവാ ദ്വീപിലേക്ക് വിട്ടു. പോകുന്ന വഴിക്ക് പൂക്കോട് തടാകവും എന്നൂരും ബാണാസുര ഡാമും എല്ലാം മനസ്സോടെ ഞങ്ങൾ അവഗണിച്ചു. ഇത്തിരി നേരത്തെ എത്തിയതുകൊണ്ടായിരിക്കണം ഞങ്ങൾക്ക് കുറുവാ ദ്വീപിൽ ടിക്കറ്റ് കിട്ടിയില്ല. ഗൈസ്, അങ്ങനെ നമ്മൾ കുറുവാ ദ്വീപിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറുവാ ദ്വീപിൽ എത്തിയപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ ടിക്കറ്റ്സ് എല്ലാം ഫില്ലായിട്ടോ. ഇപ്പം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലാണ്. മുൻപ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലാണെങ്കിൽ ഇപ്പോൾ ഫോറസ്റ്റ് വകുപ്പിൻ്റെ കീഴിലാണ് ഇപ്പോൾ കുറുവാ ദ്വീപിൻ്റെ എൻട്രൻസ് കാര്യങ്ങളുള്ളത്. അതിൻ്റെ സംരക്ഷണം കാര്യങ്ങളൊക്കെ അവരാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ 244 പേർക്ക് മാത്രമേ ഒരു ദിവസം ഇവിടെ എൻട്രി ഉള്ളൂ. ആ 244 പേര് ഒരു 10:30 മണിയായപ്പോഴേക്ക് 10:15 തീർന്നിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ 2 ഓപ്ഷനുകൾ, ഒന്ന് കയാക്കിങ്ങും അതുപോലെ ഒന്ന് ബാംബു സഫാരിയാണ്. നമ്മളിതെല്ലാം ബാംബു സഫാരി ചൂസ് ചെയ്തിട്ടുണ്ട്. അത് പെർ ഹെഡ് 100 രൂപയാണ് ഒരാൾക്ക് വരുന്ന ചാർജ്. കയാക്കിങ് ഒരാൾക്ക് ഒരു കയാക്കിങ്ങിന് രണ്ട് പേര് പങ്കെടുക്കാൻ 300 രൂപയാണ് ചാർജ് വരുന്നത്. ഏതായാലും ബാംബു സഫാരിക്ക് പോയിട്ട് നമുക്ക് കുറുവാ ദ്വീപൊക്കെ കാണാൻ പറ്റും. ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം. ഏതായാലും വന്ന സ്ഥിതിക്ക് നമുക്ക് അങ്ങനെ പോകാനുള്ള ഉദ്ദേശമില്ല.
മാത്രമല്ല അരമണിക്കൂർ കഴിയണം ഇനി ഇവിടെ നിന്ന് ടിക്കറ്റ് കൊടുത്തു തുടങ്ങണമെന്നുണ്ടെങ്കിൽ. അതുവരെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടില്ല. ബാംബു റാഫ്റ്റിങ്ങിന് ടിക്കറ്റ് കിട്ടാൻ ഇനിയും ലേറ്റ് ആവുമെന്ന് മനസ്സിലായപ്പോൾ കുറച്ച് തേരാപാര നടക്കാനിറങ്ങി. വയനാടിൻ്റെ മനോഹരമായിട്ടുള്ളൊരു ടൂറിസം മാപ്പ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഒരുപാട് സ്ഥലങ്ങളൊന്നും അതിൽ അവർ കൊടുത്തിട്ടില്ല. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ടിക്കറ്റ് കിട്ടിയ സന്തോഷത്തിൽ ബാംബു റാഫ്റ്റിംഗ് ചെയ്യാനായി പോയി ഞങ്ങൾ അവിടെയും കുറച്ചു നേരം പോസ്റ്റായി. ബാംബു റാഫ്റ്റിംഗ് ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. റംബൂട്ടാൻ മരങ്ങൾ പാകമാവാത്തത് കൊണ്ട് മാത്രം അവരെ അവിടെ വെറുതെ വിട്ടു. 4 or 5 കുഞ്ഞു ദ്വീപുകൾ ചേർന്നതാണ് കുറുവ ദ്വീപ്. വെള്ളം കുറവുള്ള ഇടങ്ങളിൽ കുളിക്കാൻ സൗകര്യമുണ്ട് എന്ന് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു. അവിടെ പോകാൻ പറ്റാത്തത് എന്തായാലും ഒരു നഷ്ടമായി. 244 പേർക്ക് മാത്രം ടിക്കറ്റ് എന്നുള്ളത് വളരെ ചെറിയൊരു നമ്പറായി എനിക്ക് തോന്നി. നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് കമൻറ്റ് ചെയ്യണേ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്തായാലും ആ ഒരു നമ്പർ ഇത്രയും കൂടി കൂട്ടാമായിരുന്നു എന്ന് ഞാൻ ആലോചിക്കാതിരുന്നില്ല. ബാംബു റാഫ്റ്റിങ്ങിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ വരുന്ന ഡ്രൈവർക്ക് അനുസരിച്ചായിരിക്കും കേട്ടോ. കാരണം ചില ഡ്രൈവർമാർ വളരെ താല്പര്യത്തോടു കൂടി ഉത്സാഹത്തോടു കൂടി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവരും ചിലർ നേരെ തിരിച്ചുള്ളവരുണ്ട്. എന്തായാലും കട്ട വെയിലാണ്, നമുക്കൊരാളെയും കുറ്റം പറയാനുള്ള അവകാശമൊന്നുമില്ല. ആ വെയിലത്തും അവർ ഈ ഒരു പ്രവൃത്തി നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത് തന്നെ വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുകയും ചെയ്തു. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ നമ്മളെ റിവർ ഡ്രാഫ്റ്റിങ് അതിന് പറയുക ബാംബു റാഫ്റ്റിങ്ങെല്ലാം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇനി വേറെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ഇവിടെ ബാംബു റാഫ്റ്റിങ്ങും അതുപോലെ തന്നെ കയാക്കിങ്ങും മാത്രമാണ് ആ ഒരു എൻട്രി, ഐലൻഡിലേക്കുള്ള എൻട്രിക്ക് ശേഷം പിന്നെ ആ 2 ആക്ടിവിറ്റീസ് മാത്രമേ ഇവിടെ ഉള്ളൂ. അത് രണ്ടും അതിൽ നമ്മളിപ്പം ബാംബു റാഫ്റ്റിംഗ് ചെയ്തു. ചെങ്ങാട സവാരിക്ക് ശേഷം അവിടെയുള്ള ഒരു ഗൈഡിനോട് തന്നെ ചോദിച്ചപ്പോഴാണ് അടുത്തുള്ള സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ് ഞാൻ ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞൊരു സ്ഥലമാണ് ഇരുപ്പി വെള്ളച്ചാട്ടം. ഇരുപ്പി വെള്ളച്ചാട്ടം എന്നൊരു സ്ഥലത്തെ പറ്റി പേര് കേട്ടതും ഗൂഗിൾ മാപ്പിനോട് കൂടി ചോദിച്ചു ഈ സ്ഥലത്തെ പറ്റി. അപ്പോൾ ഗൂഗിൾ മാപ്പും പറഞ്ഞു വേനൽക്കാലമാണെങ്കിലും അത്യാവശ്യം വെള്ളമൊക്കെ ഉള്ളൊരു സ്ഥലമാണെന്നാണ് പറഞ്ഞത്. കർണാടക സ്റ്റേറ്റിൽ വരുന്ന ഈ സ്ഥലത്തേക്കായിരുന്നു പിന്നെ ഞങ്ങളുടെ ലക്ഷ്യം. വയനാട് അല്ലെങ്കിൽ തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലൂടെയാണ് നമ്മുടെ യാത്ര. ബന്ദിപ്പൂർ മുതുമല കാടുകളുടെ അനുസ്മരിപ്പിക്കും വിധം മനോഹരമായിട്ടുള്ള റൂട്ട് തന്നെയാണ് കേട്ടോ ഇത്. വയനാട് ഫോറസ്റ്റ് റിസർവിലൂടെ സഞ്ചരിക്കുന്ന സമയത്തൊരു വനശ്രീ ഇക്കോ ഷോപ്പ് കണ്ടു കേട്ടോ. അപ്പോൾ അവിടെ ഒരു കാട്ടുതേനാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ളൊരു സംഭവം. അത് നമ്മളൊരു ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട്. 500 ഗ്രാമിന് 425 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് മരുന്നിനൊക്കെ അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഏതായാലും ഇരുപ്പി വെള്ളച്ചാട്ടത്തിലേക്കുള്ള നമ്മുടെ യാത്ര നമ്മൾ തുടർന്നു. എന്നാൽ പോകുന്ന വഴിക്ക് വേറൊരു തടസ്സം മുന്നിൽ കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഗൈസ്, ഈ ഒരു റോഡ് ക്ലോഷർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇരുപ്പി വാട്ടർഫാൾസിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. നമ്മൾ തിരിച്ച് തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലേക്ക്. എന്തായാലും അതും ഒരു എക്സ്പീരിയൻസ് അല്ലേ എന്ന് സമാധാനിച്ച് നേരെ തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സാഞ്ചുറി പോകാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്കാണ് തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ടുള്ള വഴിയുടെ ബോർഡ് ശ്രദ്ധയിൽപ്പെട്ടത്. ഒരുപാട് കാലമായി പോകാൻ ആഗ്രഹിച്ച റൂട്ടായിരുന്നു ഇത്. പക്ഷേ സമയം നട്ടുച്ചയായിരുന്നത് ഒരു മടുപ്പുണ്ടാക്കി. ഇനി ഏതായാലും ഭക്ഷണം കഴിച്ചിട്ടാവും യാത്ര. ഗായ്സ്, നമ്മൾ തോൽപ്പെട്ടി സാഞ്ചുറിയിലേക്ക് ഒരു 600 മീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ല വിശപ്പുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു, നമ്മൾ ഇവിടെ തന്നെ ഒരു ഷീറ്റൊക്കെ വിരിച്ചിട്ട് ഇവിടെ തന്നെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. ഫുഡ് നമ്മൾ ആൾറെഡി പാർസൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആന വരുമോ ഇല്ലയെന്നൊന്നും അറിയില്ല. ആന വന്നാൽ എല്ലാം ആന കാട്ടിക്കോളും. അതുവരെ നമുക്ക് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാം. ഭക്ഷണം കഴിച്ച് ഒന്ന് ഏമ്പക്കെട്ടതിന് ശേഷം തിരുനെല്ലി ടെമ്പിളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. തിരുനെല്ലി ക്ഷേത്രം
രാത്രിയിൽ അതിഭീകരവും അപകടകരവുമായ റൂട്ടാണെന്ന് കേട്ടിട്ടുണ്ട്. ആനശല്യം തന്നെയാണ് കാരണം. ഏതായാലും ഈ നട്ടുച്ച നേരത്ത് എങ്ങനെ ആനയെ കാണാനാണെന്നോർത്ത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഇടതുവശത്തൊരു കാട്ടുകൊമ്പനെ കണ്ടത്. ആൾ നല്ല തീറ്റയിലാണ്. നമ്മളൊന്നും ശ്രദ്ധിക്കാനുള്ള നേരമൊന്നും ഇല്ല ആളെ കയ്യിൽ. കുറച്ചു നേരം ആളെ നോക്കി നിന്ന് ലക്ഷ്യത്തിലേക്ക് കാർ ഓടിച്ചു പോയി. സൗത്ത് ഇന്ത്യയുടെ കാശി എന്നറിയപ്പെടുന്ന തിരുനെല്ലി ടെമ്പിളിലെ ഒരു നോക്ക് കണ്ടു മനം കുളിർന്നു. ഒരുപാട് നാളത്തെ ആഗ്രഹം ഞാനങ്ങ് തീർത്തു. നേരെ കാണുന്നതാണ് ദോണ്ട് ദവിടെ. ഇതാണ് നമ്മുടെ തിരുനെല്ലി വിഷ്ണു ക്ഷേത്രം. അപ്പോൾ അങ്ങോട്ട് അന്യമതസ്ഥർക്കൊന്നും പ്രവേശനമില്ല. നമ്മൾ ജസ്റ്റ് ഈ റൂട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാനും അതുപോലെ എവിടെ ക്ഷേത്രത്തിന് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഈ റൂട്ട് വന്നത്. നമുക്കേതായാലും തിരിച്ചു പോകാം. ഇങ്ങോട്ടുള്ള റൂട്ട് എന്തായാലും അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ തിരുനെല്ലി ടെമ്പിളിൻ്റെ റൂട്ട് അടിപൊളിയാണ്, പറയാതിരിക്കാൻ വയ്യ. നേരം 3:30 അടുക്കാറായി. ഇനി വണ്ടി നേരെ തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്കാണ് വരുന്നത്. ഇന്നൊരു സഫാരി പ്ലാൻ ചെയ്തിട്ടുണ്ട്. തോൽപ്പെട്ടി സഫാരിക്ക് ഞങ്ങൾ 6 പേർക്ക് ചാർജ് ആയത് 2700 രൂപയായിരുന്നു. കേട്ടപ്പോൾ ഒന്ന് ഞെട്ടിയെങ്കിലും ഇത്തിരി ഓവർ പ്രൈസ്ഡ് ആയിട്ട് തോന്നിയെങ്കിലും ആഗ്രഹിച്ച് മോഹിച്ച് വന്നതല്ലേ എന്ന് കരുതി ടിക്കറ്റ് എടുത്തു. നിങ്ങൾക്ക് ഈ ഒരു റേറ്റിനെ പറ്റി എന്താണ് പറയാനുള്ളത്? 2700 രൂപ എന്ന് പറയുന്നത് കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. 30 മിനിറ്റോളം വെയിറ്റ് ചെയ്തപ്പോൾ ഇതേ നമ്മുടെ ജീപ്പെത്തി. 1.5 മണിക്കൂറാണ് ഏകദേശം സഫാരി ടൈം ഉണ്ടാവുക. നല്ല സൈറ്റിങ്സ് ഒക്കെ കിട്ടുകയാണെങ്കിൽ അത് 2 മുതൽ 2.5 മണിക്കൂർ വരെ ദൈർഘ്യമുണ്ടായേക്കാം. അല്ലെങ്കിൽ 1.5 മണിക്കൂറിനുള്ളിൽ 1.25 മണിക്കൂറോട് കൂടി തന്നെ അത് അവസാനിക്കാനുമുള്ള ചാൻസ് ഉണ്ട്. മണിക്കൂറല്ലേ? 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ. കാടിനെയും കാടിൻ്റെ സൗന്ദര്യത്തെയും ആസ്വദിച്ച യാത്രയിൽ ആദ്യമേ ചിറക് വിടർത്തി നമുക്ക് വേണ്ടി പോസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ദേശാടന പക്ഷിയെ കാണാൻ കഴിഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു ഇത്ര മനോഹരമായിട്ട് പോസ്റ്റ് ചെയ്യുന്ന ഒരു ദേശാടന കിളിയെ ഞാൻ കണ്ടത്. സ്വാഭാവികമായിട്ടും മാനുകളെ കാണാതെ നിവൃത്തിയില്ലല്ലോ. എന്നാൽ മാനുകളുടെ തന്നെ ചില മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ പകർത്താൻ എൻ്റെ സാംസങ് ഗാലക്സി S23ക്ക് ഭാഗ്യം ലഭിച്ചു. ആ വീഡിയോസ് നിങ്ങളൊന്ന് കണ്ടു നോക്കി. ജീപ്പ് മുന്നോട്ട് പോകുന്തോറും പ്രതീക്ഷ ഉയർന്നുകൊണ്ടേയിരുന്നു. ഇനി നിങ്ങൾ കാടിൻ്റെ ശബ്ദമൊന്ന് കേട്ട് നോക്കിട്ടോ. ഓരോ ഏരിയ എത്തുമ്പോഴും മുമ്പ് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള അനിമൽ സൈറ്റിങ്സിനെ കുറിച്ച് ഡ്രൈവർ ചേട്ടൻ വാചാലനായിക്കൊണ്ടിരുന്നു. കടുവകളെ ഇന്ന സ്ഥലത്ത് കണ്ടിരുന്നു, പുലികളൊക്കെ ഒരുപാടുള്ള കാടുകളാണ്, കഴിഞ്ഞ ദിവസം ആന എവിടെ നിന്നായിരുന്നു കണ്ടത് എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരുന്നു. അതിൽ നമ്മുടെ പ്രതീക്ഷ ഉയർത്തിക്കൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും. ഇച്ചിരി കൂടെ മുന്നോട്ട് പോയപ്പോഴാണ് ചില ആദിവാസി സഹോദരങ്ങളെ കണ്ടത്. നല്ല ഫ്രഷ് തേനുണ്ടായിരുന്നു അവരുടെ കയ്യിൽ. മുമ്പ് 500 ഗ്രാമിന് 420 രൂപയാണ് നമ്മൾ വനശ്രീ ഇക്കോ ഷോപ്പിൽ കൊടുത്തതെങ്കിൽ ഇവർ ഈ ഒരു ഫ്രഷ് തേനിന് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയത് 550 രൂപയാണ്. 1 കിലോ തേനിനാണ് 550 രൂപ വാങ്ങിയത്. പടുത്തുടർത്തിയ പ്രതീക്ഷയുടെ കോട്ട തച്ചുടച്ച് നമ്മുടെ ജീപ്പ് അങ്ങനെ കാട് കഴിഞ്ഞ് റോട്ടിൽ തന്നെ എത്തി. 1.5 മണിക്കൂർ നീണ്ട സഫാരിക്ക് ശേഷം
തോൽപ്പെട്ടിയോടും നമ്മുടെ ഡ്രൈവർ ചേട്ടനോടും ബൈ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചുള്ള യാത്ര ആരംഭിച്ചു. ഇതായിരുന്നു ഇന്നത്തെ സ്റ്റോറി. ഒരുപാട് ഓർമ്മകളും അനുഭവങ്ങളും സമ്മാനിച്ച ഈ യാത്രാവിശേഷങ്ങൾ ഇവിടെ നിർത്തട്ടെ. അടുത്തൊരു വീഡിയോയിൽ കാണാം.